ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റ് ഡിസ്കസ് ചെയ്തു. ഇത് നമ്മുടെ ഫൈനൽ ക്ലാസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 73 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഡെപ്പിക്സ് ദ റെഡ്യൂസിങ് നേച്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും LDCക്ക് ചോദിക്കാൻ വഴിയില്ല. എന്നാലും ഇതെങ്ങനെ വന്നതെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ റെഡ്യൂസിങ് നേച്ചറായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കായിരിക്കും ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുക, അതറിയാലോ. അതുപോലെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്ന ആൾക്കായിരിക്കും ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് അവർ ആക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുക. ഇനി ഓക്സിഡേഷൻ എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ റിഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. പക്ഷേ അതും ഇതായിട്ടൊന്നും ബന്ധമില്ല. ഇനി ഈ കേസിൽ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജൻറ്റിനെ കാണാൻ പറഞ്ഞാൽ അതിനെന്താ സംഭവിച്ച് നോക്കുക. അതായത് ഇപ്പോൾ Fe, ഇവിടെ Fe 2Fe, ഈ 2 Fe ഉണ്ട്. അതിൻ്റെ ചാർജായിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 4 മൈനസ് ആണ് കേട്ടോ. ആ 4 എന്നുള്ളത് നമ്മൾ ഇപ്പുറത്തോട്ട് കൊടുക്കുന്നത് നമുക്കറിയാലോ. ഇതിൻ്റെ നമ്പർ ഇപ്പുറത്തോട്ടും കൊടുക്കും, ഇതിൻ്റെ നമ്പർ ഇപ്പുറത്തോട്ടും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എന്നുള്ളത് Feൻ്റെ ആണ് കേട്ടോ. 2Fe, അതായത് അപ്പോൾ ഒരു Feൻ്റെ എത്ര ആയിരിക്കും? 2 ആയിരിക്കും, 2+ ആയിരിക്കും. അപ്പോൾ ഇവിടെ Fe എന്നുള്ളത് 2+ലാണ് ഇരിക്കുന്നത്. ഇതെന്തായിട്ട് മാറി? Fe 3+ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ Fe 3+ ആണ്. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് Fe 3+ ആണ്. അപ്പോൾ ഇതിലൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് ഈ 2+ എന്നുള്ളത് 3+ ആവുക. ഈ നമ്പർ കൂടുകയാണെങ്കിൽ അവിടെ ഓക്സിഡേഷനാണ് സംഭവിച്ചത്. ഇനി നേരെ മറിച്ച് 3+ എന്നുള്ളത് 2+ ആയിരുന്നു ആകുന്നതെങ്കിൽ, അതായത് റിയാക്ടൻസിൽ നിന്ന് പ്രൊഡക്ട്സിലോട്ട് നോക്കണം കേട്ടോ. അപ്പോൾ റിയാക്ടനിൽ 3+ 2+ ആയിരുന്നു ആയെങ്കിൽ അവിടെ റിഡക്ഷൻ സംഭവിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ അയണിൻ്റെ 2+2 ആണ്. അതെന്തായിട്ട് മാറി? +3 ആയിട്ട് മാറി. ഈ -3 എന്നുള്ളത് ഇപ്പുറത്ത് കൊടുത്തേക്കെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടേക്കുന്നത്. ശരിക്കും ഇത് +3 ആണ്. അപ്പോൾ +2 എന്നുള്ളത് +3 ആയി മാറി. അപ്പോൾ ഇതിന് ഈ Feക്ക് എന്ത് സംഭവിച്ചു? Feക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടെ Fe എന്നുള്ളത് റെഡ്യൂസിങ് ഏജൻ്റാണ്. പിന്നെ നമ്മളൊരു റിയാക്ഷൻ എടുക്കുമ്പം അതിൽ ഒരാൾ റെഡ്യൂസിങ് ഏജൻറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾ ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അയൺ എന്നുള്ളത് അയണിന് ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് റെഡ്യൂസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ പെറോക്സൈഡ് എന്നുള്ളത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇതിനാണ് നമുക്ക് എവിഡൻ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് അയണിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അയണിനെ വെച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് അവിടെ എന്തായിരിക്കും? ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ എ അല്ല ആൻസർ. ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ Mn2+, അത് എവിഡൻ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. Mn2+ എന്തായി? Mn4+ ആയി. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ അവിടെ റിഡക്ഷൻ ആർക്കായിരിക്കും സംഭവിക്കുക? H2O2നായിരിക്കും റിഡക്ഷൻ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ H2O2 റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ആൻസറും തെറ്റാണ്. ഇനി അടുത്ത ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ Pb1+ ആണ് കേട്ടോ. PbS എന്ന് പറഞ്ഞാൽ 1+, 1+ അല്ല, ശരിക്കും PbSൽ ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഓക്സിജൻ്റെ അഡീഷനാണ് സംഭവിച്ചേക്കുന്നത്. ഈ PbSൽ ഓക്സിജൻ്റെ അഡീഷനോട് കൂടിയിട്ട് നമുക്ക് PbSO4 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്സിജൻ ആഡ് ചെയ്താലും എന്ത് സംഭവിക്കും? ആ ഒരു സംഭവത്തിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഓക്സിജൻ റിമൂവ് ചെയ്താൽ റിഡക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ Pbക്ക് എന്താ സംഭവിച്ചത്? ഓക്സിഡേഷനാണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടാണ് അതിലും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡിയുമല്ല. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഈ ഓപ്ഷൻ ബിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്കറിയാം ഈ I2 എന്ന് പറയുന്നത്, അതായത് I2 അല്ലെങ്കിൽ Na ഇങ്ങനെയൊക്കെയുള്ള സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ 0 ആണ് കേട്ടോ. അങ്ങനെ ഒരു മോളിക്കൂളായിട്ട് നിൽക്കുമ്പം അതിന് +2 -2 അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഈ I2 എന്ന് പറയുന്നത്, I2 അയോൺസ് ആകുമ്പോഴാണ് -1 -2 ഒക്കെ ചാർജ് വരുന്നത്. അപ്പോൾ ഈ 0 എന്നുള്ളത് എന്തായി? -1 ആയി അല്ലേ? 0 എന്നുള്ളത് -1 ആയി. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുകയാണെങ്കിൽ അതെന്താണ്? റിഡക്ഷൻ സംഭവിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? റിഡക്ഷൻ സംഭവിച്ചു. അതായത് ഇവിടെ I എന്നുള്ളത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് ടഫ് തന്നെയാണ് ഇത് കണ്ടുപിടിക്കാൻ. LDC ലെവലൊന്നും ചോദിക്കുകയില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഡിഗ്രി ലെവലിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ ഇനി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബിയിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഹൈപ്പോനാട്രീമിയ refers to a condition characterized by dash. Hyponatremia is a condition refers to low levels of sodium in the blood ആണ് കേട്ടോ. ഇത്
ബേസിക്കായിട്ട് എമിൽട്ടൺ അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. കാരണം നാട്രിയം എന്ന് പറയുന്നത് എന്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്? സോഡിയത്തിനാണ് നമ്മൾ എൻ എന്നല്ലേ, സോഡിയം എഴുതുന്നത് എൻ എന്നാണ്. അപ്പോൾ സോഡിയത്തിൻ്റെയാണ് നാട്രിയം എന്നുള്ളത്. അപ്പോൾ ഹൈപ്പോ നമുക്കറിയാം ഇതിൻ്റെ കുറവാണ്. അപ്പോൾ ഹൈപ്പോ നാട്രിയം എന്നത് ലോ ലെവൽസ് ഓഫ് സോഡിയം ഇൻ ദ ബ്ലഡ് ആണ്. ദി അയ്യൂപാക് നെയിം ഫോർ ദിസ്, ഈ ഒരു കോമ്പൗണ്ട് അയ്യൂപാക് നെയിമാണ്. നമ്മൾ അയ്യൂപാക് നെയിം കൊടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ വേണം നമ്മൾ എഴുതാനും. അതുപോലെ തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരുമ്പം നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ടത് എപ്പോഴും ഏറ്റവും കുറഞ്ഞ നമ്പേഴ്സ് വേണം കൊടുക്കാനും. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ എന്താണെന്നറിയാലോ, ഈ കാണുന്ന സ്ട്രക്ചർ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ മെയിൻ ചെയിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? ബെൻസീൻ. അതിൻ്റെ പേരാണ് ബെൻസീൻ. അപ്പോൾ എന്തായാലും മെയിൻ സ്ട്രക്ചർ ബെൻസീനാണ്. നമ്മുടെ ആൻസറിലെല്ലാം ഇതൊഴിച്ച് ബാക്കി ആൻസറെല്ലാം ബെൻസീനിലാണ് നടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബ്രാഞ്ചിങ് ചെയ്ത് നോക്കുമ്പോൾ ക്ലോറിൻ തൊട്ട് തുടങ്ങാം. അപ്പോൾ ക്ലോറിൻ തൊട്ട് തുടങ്ങുമ്പോൾ എന്താ? 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അപ്പോൾ എന്തായി? 1, 2. ബ്രാഞ്ചിങ് പറയുമ്പോൾ 1, 2, 4 എന്നായി. 1, 2, 4. ഇനി അല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് നോക്കിയാലോ, 1, 2, 3, 4, 5, 6. അപ്പോൾ എന്തായി? 1, 4, 6 എന്നായി. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഇതിലേതാ? 1, 2, 4 ആണ് പ്രിഫറബിൾ ആയിട്ടുള്ള ചെറിയ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ അത് തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ നമ്പർ ഇട്ട് പോവുക, 1, 2, 4. ഇനി ആൽഫബറ്റിക് ഓർഡർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 ക്ലോറോ വരും. ആദ്യം 1 ക്ലോറോ വരും. പിന്നെന്ത് വരും? അതായത് നമ്മുടെ മീഥൈൽ, നമ്മുടെ CH3 നമ്മൾ പറഞ്ഞത് മീഥൈൽ എന്നാണ്. അപ്പോൾ മീഥൈലാണ് പിന്നെ വരേണ്ടത്. അപ്പോൾ എന്ത് വരും? 4 മീഥൈൽ വരും. പിന്നെ 2 നൈട്രോ വരും. പിന്നെ ബെൻസീൻ വരും. ഇതാണ് ഇതിൻ്റെ അയ്യൂപാക് നെയിം കേട്ടോ. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ബി വരും. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. 1 ക്ലോറോ, 4 മീഥൈൽ, 2 നൈട്രോ, ബെൻസീൻ. പക്ഷേ ഇതിലൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശരിക്കും ഓപ്ഷൻ ഡി നോക്കിയേ, ഡിയിൽ മെറ്റാനൈട്രോ, പാരാക്ലോറോ, ടൊളുവിൻ, ഇതും ഈ സംഭവം സെയിം സംഭവം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അയ്യൂപാക് നെയിം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ മെറ്റാനൈട്രോ, പാരാക്ലോറോ, ടൊളുവിൻ അങ്ങനെ എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അതായിരിക്കും അങ്ങനെ 2 കൊടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ടൊളുവിൻ എന്ന് വെച്ചാൽ ഈ ക്ലോറിനും നൈട്രജൻ NO2 മറച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബെൻസീൻ്റെ കൂടെ ഒരു മീഥൈൽ കോമ്പൗണ്ട് ചേരുന്നതാണ് നമ്മൾ ടൊളുവിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ 2 കോമ്പൗണ്ട് ശരിക്കും ഒന്ന് തന്നെയാണ്. പക്ഷേ അയ്യൂപാക് നെയിം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇതായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആകാനാണ് ചാൻസ് കൂടുതൽ. ഇനി വിച്ച് പെയർ ഓഫ് കോമ്പൗണ്ട്സ് ഹാവ് ടോളറൻസ് ടെസ്റ്റ്? കോമ്പൗണ്ട്സ് ഗീവ് ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് ടെസ്റ്റ് തരുന്നത് ഏത് കോമ്പൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ്. ഇത് കൊമേഴ്ഷ്യൽ നെയിം ഓഫ് പോളി അക്രിലോനൈട്രിൽ എന്ന് പറയുന്നത് പാനാണ്. നമ്മൾ പാനിനെയാണ് ഉദ്ദേശിക്കുന്നത്. പോളി അക്രിലോനൈട്രലിൻ്റെ കൊമേഴ്ഷ്യൽ നെയിമാണ് ഒർലോൺ കേട്ടോ. ഒർലോൺ എന്നാണ് കൊമേഴ്ഷ്യൽ നെയിം ഓഫ് പാൻ. പോളി അക്രിലോനൈട്രിൽ. PVC നമുക്കറിയാമല്ലോ, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതിൽ നമ്മുടെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ആണ് പോളി വിനൈൽ ക്ലോറൈഡ്. ബേക്കലൈറ്റ് നമുക്കറിയാം. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഒരു പോളി സെറ്റിംഗ് ആണ്, തെർമോ സെറ്റിംഗ് ആണ്, തെർമോ പ്ലാസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ ഒരു തെർമോ പ്ലാസ്റ്റിക് ആണല്ലേ ബേക്കലൈറ്റ്. ബക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബേക്കലൈറ്റ്. ഓക്കെ അപ്പോൾ പാനാണ് ഈ പോളി അക്രിലോനൈട്രിൽ എന്ന് പറഞ്ഞാൽ ഒർലോൺ ആണ്. അതുപോലെ ബേക്കലൈറ്റ് തെർമോസെറ്റിക് ആണ് കേട്ടോ. തെർമോ പ്ലാസ്റ്റിക് അല്ല, തെർമോസെറ്റിംഗ് ആണ്. തെർമോസെറ്റിക് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് വരുന്നത്. നമ്മുടെ പോളിയെസ്റ്റർ ഒക്കെയാണ്, PVC, പോളിയെസ്റ്റർ, ഇതൊക്കെ എന്താണ്? തെർമോ പ്ലാസ്റ്റിക് ആണ്. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഉരുക്കി കഴിഞ്ഞാലും പിന്നെ വീണ്ടും നമുക്ക് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് തെർമോ പ്ലാസ്റ്റിക്. പക്ഷേ തെർമോ സെറ്റിംഗ് ഒരു വട്ടം ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ബേക്കലൈറ്റൊക്കെ തെർമോ സെറ്റിംഗ് ഉദാഹരണമാണ്. അതൊക്കെ വേണമെങ്കിൽ LDC ലെവൽ ചോദിക്കാവുന്നതാണ്. PVCയും പോളിയെസ്റ്ററും ഒക്കെയാണ് എന്ത്? തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമായിട്ടുള്ളത്. ഫോമാൽഡിഹൈഡ് അതൊക്കെ എന്താണ്? അത് തെർമോ സെറ്റിംഗ് ഉദാഹരണമാണ്. ഓക്കെ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഓക്സിഡൈസ് പ്രൈമറി ആൽക്കഹോൾസ് ടു ആൽഡിഹൈഡ്സ്? പ്രൈമറി ആൽക്കഹോൾസിനെ ആൽഡിഹൈഡ്സ് ആക്കാനുള്ള റിയേജൻറ്റ്. ഇതും LDC ലെവലൊന്നും ചോദിക്കൊന്നുമില്ല. മൂന്നും ശരിയല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതിൻ്റെ ആൻസർ 1, 3, 4 ആണ് കേട്ടോ. 1, 3, 4 ആണ്. കാരണം ഇവിടെ സെക്കൻഡ് ഓപ്ഷനിലെ KMnO4 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൈമറി ആൽക്കഹോൾസ് ഓക്സിഡൈസ് ചെയ്യാൻ നേരിട്ട് കാർബോക്സിലിക് ആസിഡായിട്ട് മാറുക ചെയ്യുന്നത് ആൽഡിഹൈഡ് ആകത്തില്ല. കാരണം അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി വന്നേക്കുന്നത്, അതായത് 2 വരാത്തത് കേട്ടോ. അതൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെയാണ്, പക്ഷേ നമുക്ക് ആൽഡിഹൈഡ് കിട്ടില്ല.
ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അനാൽജസിക്. ഇതിൽ അനാൽജസിക്കിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ആൻസർ ആസ്പിറിൻ ആണ് കേട്ടോ. അനാൽജസിക്കായിട്ട് ആക്ട് ചെയ്യുന്നത് ആസ്പിറിൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ LDCക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുണ്ട്, LDCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കറക്റ്റായിട്ട് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഏതിൻ്റെയൊക്കെ അണ്ടറിൽ വരും എന്ന് എക്സാമ്പിൾ പഠിക്കാം. നമ്മുടെ ആസിഡായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ആസിഡായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആസിഡായിട്ട് ഉപയോഗിക്കാം. സോഡിയം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ആസിഡായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെ മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നും അറിയപ്പെടും കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആസിഡുകൾ. അപ്പോൾ ഈ അനാൽജസിക്സ് എന്താണെന്ന് ചോദിച്ചാൽ വേദന സമഹാരി, പെയിൻ കില്ലേഴ്സിനാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. വേദന സമഹാരികളാണ് ആൻറ്റാസിഡ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾ ആസ്പിരിനും പിന്നെ കൂട്ടത്തിൽ മോർഫിൻ ഉണ്ട് കേട്ടോ. മോർഫിനും ആസ്പിരിനും ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എക്സാമ്പിൾ. ഇനി വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നതാണ് ഈ ആസ്പിരിൻ കേട്ടോ. ആസ്പിരിൻ അറിയപ്പെടുന്നത് എന്താണ്? വണ്ടർ ഡ്രഗ് ആണ്. ഇതൊക്കെ LDC ലെവൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ കണ്ടെത്തിയ ആൾ ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് തലാമസ് ആണ് കേട്ടോ. മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അത് തലാമസ് ആണ്. ഇനി വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന നാഡീയ പ്രേക്ഷണ വസ്തു, ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഗാബയാണ്. ഗാബയിലാണ് പ്രവർത്തിക്കുന്നത്. ഭാഗം ചോദിച്ചാൽ തലാമസിലാണ് പ്രവർത്തിക്കുക. ഇനി എന്താണ് ആൻറ്റിപൈറേറ്റ്സ് എന്ന് പറയുമ്പോൾ പനിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നിനാണ് നമ്മൾ ആൻറ്റിപൈറേറ്റിക്സ് എന്ന് വിളിക്കുന്നത്. പനി കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന് എക്സാമ്പിളാണ് പാരസെറ്റമോൾ കേട്ടോ. പനി കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്നതാണ് പാരസെറ്റമോൾ. ഇനി എന്താണ് ആൻറ്റിബയോട്ടിക് എന്ന് ചോദിച്ചാൽ ശരീരത്തിനുള്ളിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള പെനിസിലിനും പിന്നെ ആംഫീസിലിൻ ഉണ്ട്. പെനിസിലിൻ ഉണ്ട്, ആംപീസിലിൻ ഉണ്ട്, ടെട്രാസൈക്ലിൻ ഉണ്ട്, ആമോക്സിലിൻ ഉണ്ട്. ഇതൊക്കെയാണ് ആംപീസിലിൻ ഉണ്ട്, അമോക്സിലിൻ ഉണ്ട്, ടെട്രാസൈക്ലിൻ ഉണ്ട്, പെനിസിലിൻ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്. ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ഒക്കെ നമുക്കറിയാലോ. അത് പെനിസിലിൻ ആണ്. 1928 നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിയം നൊട്ടാട്ടം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. അത് പെനിസിലിൻ നൊട്ടാട്ടം എന്താണെന്ന് ചോദിക്കും. അത് ഫംഗസിൽ നിന്നാണ് ആദ്യമായിട്ട് പെനിസിലിനെ വേർതിരിച്ചെടുത്തത്. ഇനി എന്താണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ ശരീരത്തിന് പുറത്തുള്ള അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക്. ലോകത്തിൽ തന്നെ ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ഫീനോളാണ് കേട്ടോ. ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിസെപ്റ്റിക് ഏതാണ്? അത് ഫീനോളാണ്. ഇനി ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുമ്പം ഈ ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആൻസൈറ്റി എന്നിവയ്ക്കൊക്കെ എതിരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രാങ്കുലൈസേഴ്സ്. ആൻറ്റിഹെൽമിൻസ് ആണെങ്കിലോ ആൻറ്റിഹെൽമിൻസ് എന്ന് പറയുമ്പോൾ വിര ഇളക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നിനാണ് നമ്മൾ ആൻറ്റിഹെൽമിൻസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആൽബെൻഡസോൾ ആണ്. ആൽബെൻഡസോൾ എന്താണ്? ഒരു ആൻറ്റിഹെൽമിൻസ് ആണ് ആൽബെൻഡസോൾ. ഇനി ആൻറ്റിഹിസ്റ്റമിൻ എന്താണെന്ന് ചോദിച്ചാൽ അലർജിക്കെതിരെ കൊടുക്കുന്നതാണ് ആൻറ്റിഹിസ്റ്റമിൻ. അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ടെർഫിനാഡിൻ ആണ്. ടെർഫിനാഡിൻ ആണ് ആൻറ്റിഹിസ്റ്റമൈന് എക്സാമ്പിളായിട്ട് വരുന്നത്. ടെർഫിനാഡിൻ ആണ്. പിന്നെ ആൻറ്റിബയോട്ടിക്കിന് വേറെ എക്സാമ്പിളാണ് ക്ലോറോഫെനിക്കോൾ. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആൻറ്റിബയോട്ടിക് എന്ന്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിന് വേറെ എക്സാമ്പിൾ ക്ലോറോഫെനിക്കോൾ ആണ്. പക്ഷേ ഫീനോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫീനോളാണ് ഏത്? ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിസെപ്റ്റിക് ആയത് നമ്മൾ പറഞ്ഞത്. ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കോട്ടെ. ആദ്യം വേർതിരിച്ചെടുത്ത ആൻറ്റിസെപ്റ്റിക് അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ക്ലോറോഫെനിക്കോൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അതേപോലെ ബെത്തിയോണൽ ഓപ്ഷൻ ഡി. ബെത്തിയോണൽ എന്ന് പറയുന്നത് നമ്മുടെ സോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ബാക്ടീരിയൽ നേച്ചറൊക്കെ ഉള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ബെത്തിയോണൽ കേട്ടോ. അപ്പോൾ ബെത്തിയോണൽ എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബെത്തിയോണൽ. സോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക് കേട്ടോ. ഫീനോൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ആൻറ്റിസെപ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫീനോളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പെസ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ CRY-AB ജീൻ ഓഫ് ബാസിലസ് തറൻജിൻസിസ്? ബാസിലസ് തറൻജിൻസിസ് വെച്ച് കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാവുന്നതാണ്. ഏതാ? BT കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണത്? കോട്ടൺ ബോൾ വോംസ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് കോട്ടൺ ബോൾ വോംസ് ആണ്. അടുത്ത നെയിം ദ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ പഞ്ചാബ് ബൈ ക്രൂസിംഗ്
ബിക്കാനറി യൂസ് ആൻഡ് മറീനോ റാംസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഹിസാർഡേലാണ് കേട്ടോ. ഹിസാർഡേയിലാണ് ബിക്കാനർ യൂസും മറനോറാംസും ക്രോസ് ചെയ്തത്. ഇനി വിച്ച് സ്റ്റെപ്പ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അത് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഇൻവോൾവ് ആകാത്തത്. നെയിം ദ എൻസൈം യൂസ്ഡ് ടു ബ്രേക്ക് ദ ബാക്ടീരിയൽ സെൽ ഫോർ DNA ഐസൊലേഷൻ. DNA ഐസൊലേഷന് ബാക്ടീരിയൽ സെൽ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലൈസോസൈം ആണ് കേട്ടോ. ലൈസോസൈം ആണ് ബാക്ടീരിയൽ സെല്ല് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലേസ് ആണെങ്കിൽ പ്ലാന്റിൻ്റെ സെൽ വോൾ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെല്ലുലേസ്. കൈറ്റിനേസ് ആണെങ്കിൽ ഫംഗസിൻ്റെ സെൽ വോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ LDCക്ക് ചോദിക്കാം. അപ്പോൾ ഫംഗസിൻ്റെ ആണെങ്കിൽ കൈറ്റിനേസ്, ബാക്ടീരിയൽ സെൽ വോൾ ആണെങ്കിൽ ലൈസോസൈമോ, സെല്ലുലേസ് ആണെങ്കിൽ പ്ലാന്റിൻ്റെ സെൽ വോളാണ്. Name the part that guide the entry of pollen tube into the embryo sac or female gametophyte is dash. ഫിലിഫോം അപ്പാരറ്റസ് കേട്ടോ. ഫിലിഫോം അപ്പാരറ്റസ് ആണ് ശരിക്കും അതിനെ ഗൈഡ് ചെയ്തുകൊണ്ട് താഴെ കൊണ്ടുവരുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഇസ് കറക്റ്റ്? എലിയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽ ഓർ ഫാറ്റ്, അമിലോപ്ലാസ്റ്റ് സ്റ്റോർ കാരോട്ടിനോയിഡ്, എലിയൂറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻ. ഇതിൽ ആൻസർ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ് കേട്ടോ. 1 and 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് എലിയോപ്ലാസ്റ്റ്, എലിയൂറോപ്ലാസ്റ്റ് രണ്ടും ശരിയാണ്. അമിലോപ്ലാസ്റ്റ് എന്ത് സ്റ്റോർ ചെയ്യാനെന്ന് ചോദിച്ചാൽ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യാനാണ് കേട്ടോ. സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സ്റ്റാർച്ചാണ് അമിലോപ്ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിഡ്സ് അറിയാമല്ലോ, പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്നതാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്രോമോപ്ലാസ്റ്റും അതുപോലെ ല്യൂക്കോപ്ലാസ്റ്റ്. ഇതൊക്കെ NCERTയിലെ പോയിന്റ്സ് ആണ് കേട്ടോ. NCERT ഈ ചാപ്റ്ററൊക്കെ LDCക്ക് വേണമെങ്കിൽ ചോദിക്കാന്നുള്ള രീതിയിൽ അവർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം കേട്ടോ. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്രോമോപ്ലാസ്റ്റിലാണ് കളറിങ് ഏജൻസ് ആയ സാന്തോഫില്, കാരോട്ടിനോയിഡ് ഇതൊക്കെ കാണപ്പെടുന്ന ക്രോമോപ്ലാസ്റ്റിലാണ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡാണ്. ഇതിനകത്തിലാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാസ്റ്റിഡ്സ് കാണപ്പെടുന്നത്. എക്സാമ്പിളാണ് എലിയോപ്ലാസ്റ്റ്, എമിലോപ്ലാസ്റ്റ്, എലിയൂറോപ്ലാസ്റ്റ്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ഈ 3 കളർലെസ് ആണ്. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഫാറ്റ്, ഓയിൽ, സ്റ്റാർച്ച്, പ്രോട്ടീൻ ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ കളറിങ് ഏജന്റ് ആണ്. ഓക്കെ, അടുത്ത സിംഗിൾ കോട്ടിലിഡൻ പ്രസന്റ് ഇൻ മെയ്സ് സീഡ് ഇസ് കോൾഡ് ഡാഷ്. മെയ്സിലുള്ള സിംഗിൾ കോട്ടിലിഡനാണ് സ്ക്യൂട്ടെല്ലസ്. അതിനെ സ്ക്യൂട്ടെല്ലം എന്നാണ് വിളിക്കുന്നത്. അടുത്ത വിച്ച് ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് DNA സ്പെസിഫിക്കലി യൂസ്ഡ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഡ്യൂ ടു ഇറ്റ്സ് എ ഹൈ ഡിഗ്രി ഓഫ് പോളിമറിസം? അത് ചോദിച്ചാൽ മൈക്രോ സാറ്റലൈറ്റിനാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഇസ് നോട്ട് ടിപ്പിക്കൽ ഓഫ് ക്യാൻസർ സെൽസ്? ക്യാൻസർ സെൽസിന് ടിപ്പിക്കൽ അല്ലാത്തത് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ, ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, ഫോർമേഷൻ ഓഫ് ബെനൈൻ ട്യൂമേഴ്സ് ഒള്ളി, എബിലിറ്റി ടു ഇൻവേർഡ് സറൗണ്ടിങ് ടിഷ്യൂസ്. അപ്പോൾ നോട്ട് ടിപ്പിക്കൽ ആയിട്ടുള്ളത് ഫോർമേഷൻ ഓഫ് ബെനൈൻ ട്യൂമേഴ്സ് ഒള്ളിയാണ്. ബെനൈൻ എന്ന് പറയുമ്പോൾ അധികം ഡിവൈഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അധികം മാരകമായിട്ടുള്ളതല്ലാത്തതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാരകമായിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ക്യാൻസർ സെൽസിന്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈല ഷോ റാഡിക്കൽ സിമെട്രി? ഇതിൽ റാഡിക്കൽ സിമെട്രി കാണിക്കുന്ന ഫൈല ഏതാണെന്ന്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ് റാഡിക്കൽ സിമെട്രി കാണിക്കുന്നത്. ഇത് കൂടാണ്ട് എക്കിനോഡെർമേറ്റ, സ്റ്റെനോഫോറ ഇതും കാണിക്കുന്നുണ്ട്. എക്കിനോഡെർമേറ്റയും സ്റ്റെനോഫോറയും കാണിക്കുന്നുണ്ട്. നമുക്ക് വലിയ LDC അല്ലെങ്കിൽ ഗാദി പഠിക്കുന്നവർക്ക് അത്ര ആവശ്യമില്ലാത്ത കാര്യമാണ് ഇത്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് സൈനോവിൽ ജോയിൻറ്റ് അലൗസ് ഫോർ ദ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലസും ആക്സിസ് വെർട്ടിബ്രേ ഒക്കെ എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. അതായത് കഴുത്തിൻ്റെ ഭാഗത്താണ് ആക്സിസ് ആൻഡ് അറ്റ്ലസ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ആ കഴുത്തിൻ്റെ ഭാഗത്തുള്ള റൊട്ടേഷണൽ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ സഹായിക്കുന്ന ഏതാണ്? പിവോട്ട് ജോയിൻ്റ് ആണ് കേട്ടോ. പിവോട്ട് ജോയിൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കീലസന്ധി എന്ന് പറയും. പിവോട്ട് ജോയിൻ്റ് അല്ലെങ്കിൽ കീലസന്ധിയാണ്. ഇനി വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ADH ഓൺ ബ്ലഡ് വെസൽസ് ആൻഡ് ഹൗ ഡസ് ദിസ് ഇൻഫ്ലുവൻസ് കിഡ്നി ഫംഗ്ഷൻ? ഇതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഓപ്ഷൻ B ആണ് കേട്ടോ. വാസോ കൺസ്ട്രക്ഷൻ, ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ആൻഡ് GFR. GFR എന്ന് പറയുമ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ് ആണ് GFR. അപ്പോൾ വാസോ കൺസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. In which method is the ovum collected from a donor transferred into the fallopian tube of another female? അത് ഗാമറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫറിലൂടെയാണ്. അടുത്ത വിച്ച് ഫീച്ചർ ഈസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഡൗൺ സിൻഡ്രോം? ഡൗൺ സിൻഡ്രോമായിട്ട് ബന്ധമില്ലാത്തത് ഗൈനക്കോമാസ്റ്റിയാണ് കേട്ടോ. ഗൈനക്കോമാസ്റ്റിയായിട്ട് ബന്ധമുള്ളത് ക്ലിൻഫിൽട്ടർ സിൻഡ്രോമാണ്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോമാണ് ഗൈനക്കോമാസ്റ്റിയായിട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഒക്കെ ഗൈനക്കോമാസ്റ്റിയായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഡൗൺ സിൻഡ്രത്തിന് അങ്ങനെ ഒരു ബന്ധമില്ല. ഷോർട്ട് സ്റ്റാച്ചർ, ബ്രോഡ് പാം വിത്ത് പാം ക്രീസ്, മെൻ്റൽ റിട്ടാർഡേഷനൊക്കെയാണ് ഡൗൺ സിൻഡ്രോമായിട്ട് ബന്ധമുള്ളത്. അടുത്ത മാത്സ് ആണ്. മാത്സിൽ
LDC ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും LDCയിൽ ചോദിക്കാറില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. വേണമെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ചോദിക്കാം. അത് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ sin 30, sin 45, sin 60, sin 90 ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന് ആൻസർ കിട്ടും. അതായത് 0, 1/2, 1/√2, √3/2, 1 ഇങ്ങനെയാണ് സൈനിൻ്റെ വാല്യൂസ് പോകുന്നത്. അതായത് sin 0, sin 30, 45, 60, 90 ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എടുത്താൽ മതി കോസ്. അതായത് 1 തുടങ്ങുക, 1, √3/2, 1/√2, 1/2, 0 അങ്ങനെ നേരെ തിരിച്ചെടുക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് 2 sin square 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 1/4 വരും. അതുപോലെ -3 × cos square 45 എന്ന് പറയുമ്പോൾ 1/√2² 1/2 പ്ലസ് cos square 60 എന്ന് പറയുമ്പം ഏത് ആൻസർ? 1/2 അല്ല, അപ്പോൾ 1/4 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്തുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. -3/4 ആണ് ആൻസർ കിട്ടുക. അടുത്ത വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഹൂസ് വെർട്ടീസസ് ആർ അറ്റ് ഡാഷ് ആൻഡ് ഫോസൈ ആർ അറ്റ് ഡാഷ്. ഓക്കെ, ഇത് നമുക്ക് LDC മോഡൽ വേണ്ടതുകൊണ്ട് തന്നെ ഞാനിത് എന്താണ് ഇതിൻ്റെ ആൻസർ ഒന്നും നോക്കാൻ പോയില്ല കേട്ടോ. ഇതെന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടാവും, ആ ഇക്വേഷൻ വെച്ചിട്ട് നേരെ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അടുത്തത് ഞാൻ നോക്കാൻ പോയിട്ടില്ല, ഇത് നമുക്കങ്ങനെ വേണ്ടാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. In a club of 60 men play cricket, 30 play tennis and 15 play both cricket and tennis. How many play at least one of these two games? ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇതെന്ന് പറയുമ്പം 60 men play cricket. അപ്പോൾ രണ്ട് മറ്റേ വെൻ ഡയഗ്രാം പോലെ വരയ്ക്കുക. അതിൽ ക്രിക്കറ്റ് കൊടുക്കുക, ഇതിൽ ടെന്നീസ് കൊടുക്കുക. അതിൽ 60 ആണ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, 30 ആണ് ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ, 15 ബോത്ത് കളിക്കുന്ന ആൾക്കാരാണ്. 15 ബോത്ത് കളിക്കുമെങ്കിൽ ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന എന്തായിരിക്കും? 60 എന്ന് 15 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 45 വരും. ഇനി ടെന്നീസ് മാത്രം കളിക്കുന്ന പറയുമ്പോൾ 30 50 മൈനസ് ചെയ്യുമ്പോൾ 30 50 മൈനസ് ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ പിന്നെ അവരെന്താ പറഞ്ഞിട്ടുള്ളത്? ഹൗ മെനി പ്ലേ അറ്റ്ലീസ്റ്റ്, ഒരു ഗെയിമെങ്കിലും കളിക്കുന്നത് എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കളിക്കുന്ന പിള്ളേർ എത്ര ഉണ്ട്? 60 + 30 അല്ല 60 + അല്ല 45 + 15 എത്ര വരും? 15 + 50 30, 30 + 45 75. 75 ആണ് ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ. 25 എന്ന് പറയുന്നത് ഒരു ഗെയിമും കളിക്കില്ല. വേണേൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതിൽ ഗെയിം ഒന്നും കളിക്കാത്ത എത്ര പേരുണ്ട്? അത് 25 ആണ്. ഗെയിം കളിക്കുന്നത് 75 ആൾക്കാരാണ്. ഇനി ഈ 75-ൽ ഇവർ ചോദിച്ചേക്കുന്നത് ഹൗ മെനി പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 ഗെയിംസ്. ഈ 2 ഗെയിംസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കളിക്കും. ഒരെണ്ണമെങ്കിലും എന്ന് പറയുമ്പം എന്താ? ഒരെണ്ണമെങ്കിലും കളിക്കുന്ന ആൾക്കാരെ എണ്ണണം, ബോത്ത് രണ്ടും കളിക്കുന്ന ആൾക്കാരെയും കൂടെ എണ്ണിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതിൽ ഒരെണ്ണമെങ്കിലും കളിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിന് ആൻസർ 75 ആണ് കേട്ടോ. 75. ഒന്നും കളിക്കാത്ത ആൾക്കാർ 25ഉം അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും അല്ലെങ്കിൽ രണ്ടെണ്ണവും കൂടി കളിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് ആൻസർ 75 ആണ് കേട്ടോ. കാരണം 75 ആൾക്കാരാണ് ടോട്ടൽ കളിക്കുന്ന ആൾക്കാർ. ഇവിടെ ചോദിച്ചേക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ്. ഈ ഗെയിംസിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ 75 ആൾക്കാർ എന്ത് ചെയ്യും? 75-നകത്തിൽ ആ ഒരെണ്ണം കളിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, രണ്ടെണ്ണം കളിക്കുന്ന ആൾക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് വന്നേക്കുന്നതാണ് നമ്മൾ ടോട്ടൽ എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ LDC ടൈപ്പ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ 98, 99 നോക്കിയിട്ടില്ല. അടുത്തത് 100 നമ്മുടെ 10th +2 ലെവൽ മോഡലൊക്കെ തന്നെയാണ്. Arithmetic progression 1, 4, 3 are needed to give the sum 715. അപ്പോൾ 715 sum is equal to n/2 √2a1 + n-1d. ഈ ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് a1 നമുക്കറിയാം, a1 എന്താണ്? 1 ആണ്. അതുപോലെ d നമുക്കറിയാം, d എന്താണ്? 3 ആണെന്നറിയാം. എന്നിട്ട് ആ ഇക്വേഷനോട് ഇട്ട് കൊടുത്താൽ മതി. എന്നിൻ്റെ വാല്യൂ ഈ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഈ 715 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഫുള്ള് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യുമ്പം 1's പ്ലേസിൽ 5 വരുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ എന്നിൻ്റെ വാല്യൂസിൽ ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി, അതിന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.